ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ തംബ്നെയിൽ കണ്ടു കാണും. തംബ്നെയിൽ സത്യം പറഞ്ഞാൽ ആ പഴയൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ലായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും എല്ലാവരും ഇപ്പൊ യൂട്യൂബ് ചാനലിൽ തുടങ്ങി യൂട്യൂബ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് എനിക്കും ചെയ്തു കൂടാ എന്നൊരു തോന്നൽ. അപ്പം കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഓരോ ആൾക്കാർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കും യൂട്യൂബ് ചാനലിൽ വരുമ്പോഴത്തേക്കും. ചിലര് താണ്ടി വന്ന പരിഹാസങ്ങള്, ചിലരുടെ നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ എല്ലാം നമ്മുടെ യൂട്യൂബിൽ ഷെയർ ചെയ്യും. സോ ഗൈസ്, ഞാനും വിചാരിച്ചു എനിക്ക് വന്ന ഒരു ലൈഫിലുണ്ടായ ഒരു മാറ്റം, എൻ്റെ സ്കിൻ ഹെൽത്തി ആയതും എൻ്റെ സ്കിന്നിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളെയും കൂടെ അറിയിക്കാം. സോ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്കിന്നുകളിൽ വരുന്ന പ്രശ്നങ്ങൾ, അത് എങ്ങനെ പരിഹരിക്കാം, അതിൽ നിന്നും വരുന്ന ഒരു പരിഹാസവും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഫസ്റ്റത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറോ അല്ലെങ്കിൽ എനിക്ക് ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. സോ ഞാൻ ചെയ്ത ഒരു റെമഡി മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ഡീറ്റെയിൽ ആകത്തില്ല. കാരണം ഞാൻ ചെയ്ത എന്താണോ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ആദ്യമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, ആദ്യം തന്നെ ഞാൻ തംബ്നെയിൽ ഇട്ടിരിക്കുന്ന പരിഹാസങ്ങൾക്കൊടുവിൽ, അത് ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നതല്ല, അങ്ങനെ ഒരു പരിഹാസം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്, ഒരു ചെറിയൊരു സ്റ്റോറി. അത് പറഞ്ഞിട്ട് നമുക്ക് ഞാൻ എന്ത് റെമഡിയാണ് ഇതിൽ യൂസ് ചെയ്തത് നമുക്ക് പോകാം, അതിലോട്ട് പോകാം. അപ്പൊ ആദ്യമേ സംഭവിച്ചാല്, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, ഉമ്മച്ചി, വാപ്പച്ചി, സിസ്റ്റർ, ഞാൻ, എനിക്കൊരു മൂത്ത സിസ്റ്റർ ഉണ്ട്. അപ്പം പുള്ളിക്കാരി നല്ല വെളുത്തിട്ടാണ്. ഞാൻ വെളുത്തിട്ടും കറുത്തിട്ടും തന്നെ പറയും, കാരണം അതാണ് ഉള്ളതല്ലേ പറയാൻ പറ്റും. പുള്ളിക്കാരി ആണെങ്കിൽ വെളുത്തിട്ടും, ഞാൻ നല്ല ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ആ ഒരു ഫോട്ടോയിനെക്കാട്ടിലും ഡാർക്കാണ്, ഇതിലും കൂടെ ചെറുപ്പത്തിൽ. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ബന്ധുക്കാര് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മളെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ എപ്പോഴും ഞങ്ങളുടെ ലൈഫിലുണ്ട്. കാരണം എൻ്റെ വാപ്പച്ചിയുടെ ഫാമിലിയും വാപ്പച്ചിയും അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടുള്ള, ഇച്ചിരി ഇരുണ്ട് നിറമുള്ള ആൾക്കാരാണ്. സോ ഉമ്മച്ചിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരുള്ളൂ. അപ്പൊ രണ്ടുപേരുടെ ഫാമിലി കൂടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ് എന്നെ ഇങ്ങനെ എത്തിച്ചതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എങ്ങനെ തന്നെ പറയാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ഇച്ചിരി ഇച്ചിരി ഒന്ന് വലുതായി വരണം. എനിക്ക് ഓർമ്മയുള്ളത് തൊട്ട് പറയാം. അങ്ങനെ വലിയ ഓർമ്മ എനിക്കില്ല, കാരണം ഒരു കുഞ്ഞില്ലാത്ത കാര്യങ്ങളൊക്കെ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് അപ്പൊ സങ്കടമായെന്ന് വെച്ചാൽ എനിക്ക് അപ്പൊ സങ്കടം ആയില്ല. പക്ഷെ എനിക്ക് സങ്കടമാകാൻ തുടങ്ങിയത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് കേട്ടു പോയ കാര്യങ്ങൾ ഓർമ്മയുള്ളത് ഞാനിവിടെ പറയാം. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ടൊരു നമ്മുടെ ഫാമിലി മെമ്പർ വന്നിരിക്കുകയാണ്. അതെന്റെ വാപ്പച്ചിയുടെ ഫാമിലിയിലുള്ളവർ വന്നിരിക്കുകയാണ്. അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമല്ലോ, അതുപോലെ വന്നു, സംസാരിച്ചു, അവര് പോയി. പോകുന്നതിന് മുന്നേ അവരിങ്ങനെ പറയാണ്, ആ ഇപ്പൊ ഇളയ കുട്ടി ഇങ്ങനെ വാപ്പയുടെ ഫാമിലി ആണല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ വാപ്പയുടെ ഫാമിലി, അതെന്താ രണ്ടുപേരും ഒരേ വീട്ടിലല്ലേ, എന്താ പറ്റി അങ്ങനെ വാപ്പയുടെ ഫാമിലി ഉമ്മിയുടെ ഫാമിലി അങ്ങനെ രണ്ടു അവിടെ തന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ വരുന്നവരും പോകുന്നവരൊക്കെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. രണ്ടുപേരും മൂത്ത ആള് ഉമ്മാന്റെ ഫാമിലിയാണ്, അപ്പൊ ഇളയ ആള് ഉപ്പാന്റെ ഫാമിലിയാണ്. അവിടെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരോടും ചോദിക്കുന്നില്ല, എന്തോ എനിക്ക് മനസ്സിലാവും. അന്നത്തെ കാലം നമ്മൾ അതിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യില്ല, കാരണം അത് നോക്കിയല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, മിഠായി മേടിക്കണം, സ്കൂളിൽ പോകണം, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ ഒരു കാര്യം. എന്താന്ന് പറയുക. അങ്ങനെ കുറച്ചുകൂടെ വലുതായി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കടയിൽ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ആള് എന്നോട് പറയാണ്, ഈ കുട്ടി കുറച്ച് കറുത്തിട്ടാണ്, അതുകൊണ്ട് ഈ കുട്ടിക്ക് ബ്ലാക്ക് കളർ, ഇച്ചിരി ഇടുങ്ങിയ കളറുള്ള ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ കുട്ടിക്ക് കുറച്ചുകൂടെ വെള്ള അതുപോലത്തെ കളർ കൊടുക്കാൻ. അപ്പൊ അവിടെ നിന്ന് ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അങ്ങനെ ഉണ്ടോ ഡ്രസ്സ് എടുക്കാൻ, ഇങ്ങനെ ഓരോ കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. ആൾക്കാരുടെ ഓരോ കളർ വെച്ചിട്ട് അളന്നിട്ടൊക്കെയാണോ ഡ്രസ്സ് കൊടുക്കുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ, ഇയാള് പിന്നെ ഉമ്മയുടെ ഫാമിലിയെ പോലെ തന്നെ. മൂത്ത ആളെ കാണുമ്പോഴത്തേക്കും പറയും, ഇളയ ആളെ കാണുമ്പോഴത്തേക്ക് ഇയാളതേ
വാപ്പാന്റെ ഫാമിലി പോലെ തന്നെ. അങ്ങനെ 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 പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു എവിടെ ചെന്നാലും ഒരു ഇൻസൾട്ടാണ് എനിക്ക്. എവിടെ ചെന്നാലും ഞാൻ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു ഇൻസൾട്ടായി. സോ ഞാൻ തന്നെ പിന്നെ വലുതായി. നമ്മൾ ടീനേജ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആവണം, നമ്മൾ ഒന്ന് നമ്മളുടെ ഒരു മുഖത്തെ പറ്റിയും ഒക്കെ ഒന്ന് ചിന്തിച്ച് തുടങ്ങും. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ടൈമിലാണ് ഞാനും ഇതൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. എങ്ങനെ നമ്മൾക്കൊന്ന് ഫെയർ സ്കിന്നിലോട്ട് മാറാം, അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് സ്കിൻ ഹെൽത്തി ആക്കാം. നമ്മളൊക്കെ അന്ന് വെയിലൊക്കെ കൊണ്ട് കളിയും ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി കളിക്കലും സാറ്റ് കളി, അതൊന്നും വെയിലൊന്നും നമ്മൾ കാര്യമാക്കില്ല. പിന്നെ ഇച്ചിരി കൂടെ വലുതായി നമ്മുടെ ടീനേജ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഓ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങാം. അറിയാലോ നമ്മുടെ ആ ഒരു പീരീഡിൽ നമുക്ക് ഒരുങ്ങാനൊക്കെ ഉള്ള ടെൻഡൻസി വരുന്നത്. അപ്പൊ ഗൈസ് ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖത്ത് തേക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. എനിക്ക് എവിടെ ചെന്നാലും പരിഹാസമായിരുന്നു കേട്ടോ, ഇങ്ങനെ അങ്ങനെ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. അതിന് ഞാൻ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ തന്നെ ഈ സൊസൈറ്റിയിൽ ഇന്നും ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ചിലർ പറയും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും എന്താ മുഖത്തെ പറ്റിയൊക്കെ ഡിസ്ക്രിമിനേഷൻ ചെയ്യും, കറുത്തവർ വെളുത്തവർ ഇങ്ങനെയൊക്കെ ഒരു തരംതിരിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇന്നും ഉണ്ട്. ഒരു കാറ്റഗറി ആൾക്കാരോട് അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാരും അല്ല, ചിലര് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാറ്റഗറി ചെയ്യേണ്ട കാര്യമില്ല. ഹെൽത്തി സ്കിൻ ആകാൻ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് മുഖത്ത് പരീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അല്ല കണ്ടതും കേട്ടതും ഒക്കെ മുഖത്ത് വാരി തേച്ച് ഒരുപാട് കെമിക്കൽസ് ഒക്കെ വാരി ഉപയോഗിച്ച് ഒരു മുഖത്തെ ഫെയർ സ്കിന്നിലോട്ട് കൊണ്ടുവരുന്നതിൽ ഞാൻ ഓക്കെ അല്ല. ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് ഞാനൊരു കെമിക്കൽ പ്രൊഡക്റ്റ് വച്ച് ഫെയർ സ്കിൻ ആകുന്നത് കാണിക്കുന്നതും ഇല്ല. സോ ഗൈസ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഫെയർ സ്കിന്നിലേക്കുള്ള യാത്ര എന്നാണ്. കുറച്ച് പാടാണ്, എന്നാലും നിങ്ങൾക്ക് അത് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തി സ്കിന്നിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയാം. ഓക്കെ, പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇത്രയും പേര് പരിഹസിക്കുമ്പോഴും നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരില്ല. പക്ഷെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് അവരുള്ളതല്ലേ പറയുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. സോ ഉള്ളതല്ലേ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ കുറച്ചുകൂടെ വാശിയായി. അതായത് അപ്പൊ എനിക്ക് ഒരു വാശിയായി, അങ്ങനെയാണെങ്കിൽ അതൊന്ന് മാറ്റി സംസാരിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാനും തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഞാനൊരു 6 മാസം ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾക്കും ഇതുപോലെ എന്തായാലും ആകാൻ പറ്റും. പിന്നെ ഞാൻ ഉപയോഗിച്ച ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ്. അതായത് പച്ച മഞ്ഞൾ, കറക്റ്റായിട്ട് പറയാം പച്ച മഞ്ഞളാണ് ഞാൻ ഉപയോഗിച്ചത് തന്നെ. പച്ച മഞ്ഞൾ എടുക്കുക, അത് അരച്ചെടുക്കുക, അതിനെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അത് എത്ര നാൾ അതിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് എനിക്കറിയില്ല. ഞാനത് ഉപയോഗിക്കും, അതിൻ്റെ ഇത് കളർ മാറുമ്പോൾ അത് ഞാൻ എടുത്ത് വീണ്ടും അതുപോലെ തന്നെ ഉപയോഗിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉണക്കി പൊടിച്ച് വെക്കാം. ഞാനൊക്കെ അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പച്ചമഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ പുകയുക, പിന്നെ അത് പറ്റാത്ത ആൾക്കാരുണ്ട്, അവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഉപയോഗിച്ചതാണ് ഞാൻ ഈ പറയുന്നത്. സോ പച്ച മഞ്ഞളാണ് ഞാൻ ഇട്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുന്നേ പച്ച മഞ്ഞൾ മുഖത്തെല്ലാം തേക്കുക. അവിടെയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകുക. വെള്ളത്തിൽ കഴുകിയിട്ട് ആ മുഖം അതുപോലെ തന്നെ വെച്ച് ഉറങ്ങുക. സോപ്പിട്ട് കഴുകിയേ വേറെ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകിയോ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ കിടക്കുക. അപ്പം നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ മുഖത്തുള്ള മഞ്ഞൾ നമ്മളുടെ അവിടെ ഇവിടെയൊക്കെ പറ്റും, ഈ നമ്മുടെ ഈ തലങ്ങണയിലും അവിടെ ഇവിടെ എല്ലാം സ്പ്രെഡ് ആവുന്നല്ലേ, അങ്ങനെ ആകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പകരം നമ്മൾക്കായിട്ടൊരു തലങ്ങണയും നമ്മൾക്ക് തന്നെയായിട്ടൊരു പുതപ്പും ഇതെല്ലാം സെറ്റ് ചെയ്യുക, ബെഡ്ഷീറ്റ് എല്ലാം നമുക്കായിട്ട് തന്നെ. കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴും ഇതായിരുന്നു പ്രശ്നം. ഇതുപോലെ എല്ലായിടവും ഈ മഞ്ഞൾ പറ്റും. അപ്പൊ നല്ല വഴക്കൊക്കെ കിട്ടും. പക്ഷെ എന്ത് ചെയ്യുക, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എവിടെയാണ്, അവഗണയിലാണ്. അപ്പൊ അത് കളയരുത്. നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ കുടിച്ചാൽ. സോ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, വിടരുത്. അപ്പൊ ഗൈസ് അങ്ങനെ ഞാൻ ഈ മഞ്ഞൾ തേച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് എൻ്റെ മുഖം ഏകദേശം മഞ്ഞ കളറിലിരിക്കും. അപ്പൊ ഇതൊക്കെ എല്ലാരും കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവധിക്കാണ് ഇത് ചെയ്തു തുടങ്ങിയത്. ആദ്യമേ നമ്മുടെ മുഖം മഞ്ഞ കളറിൽ ഏകദേശം ഇരിക്കുമെങ്കിലും പിന്നെ പിന്നെ അത് മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മഞ്ഞൾപ്പൊടി, ഈ പറയുന്ന മഞ്ഞൾപ്പൊടി ഒരു ഓയിലിൽ മിക്സ് ചെയ്യുക. ചിലർക്ക് ഓയിൽ പിടിക്കത്തില്ല, എനിക്ക് അവരുടെ കാര്യം അറിയില്ല. ഞാൻ എൻ്റെ സ്കിന്നിൻ്റെയാണ് പറയുന്നത്. എൻ്റെ ഒരു ഡ്രൈ ടു മീഡിയം സ്കിന്നാണ്. അപ്പൊ ഇനി ഓയിലി അല്ല, ഓയിലി സ്കിന്നുകാർക്ക് ഇതിനെ പറ്റി എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള സ്കിന്നിനാണ് ഇത് കൂടുതലും റെഡി ആകുന്നത്. അപ്പോൾ
ഞാൻ ആദ്യം ചെയ്തത് മഞ്ഞളിനകത്ത് മഞ്ഞൾ സാധാ പോലെ തേച്ചു. അപ്പം മുഖത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നില്ല, വൃത്തിയായിട്ട് ആ കളർ പോകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതുപോലെ ഇച്ചിരി ഓയിലും കൂടെ ട്രൈ ചെയ്തു. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ആ ഓയിലിലെ ഉപ്പും ഇതും കൂടെ കഴുകി പോകുന്നുണ്ട്. അപ്പൊ അത് കൊള്ളാം. അങ്ങനെ ഇത് ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയാൻ തുടങ്ങി, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളും കൂടെ ട്രൈ ചെയ്യും, നിങ്ങൾക്കും ഇത് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൂടെ പറയും. അപ്പം ഇതുപോലെ തന്നെ ഒരു ഫാമിലി മെമ്പർ എന്നെ കളിയാക്കാനായി വന്നു. അവര് പറയാണ്, ഓ കാക്ക കുളിച്ചാ കൊക്കാവൂന്ന്. അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. കാക്ക കുളിച്ചാ കൊക്കാവില്ലയോ എന്ന് നമുക്ക് അവരൊന്ന് തെളിയിക്കണമല്ലോ. എന്താണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്, വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞാനിപ്പോ ഏതൊരു വീഡിയോ ഇതുപോലെ വെളുക്കുന്നത്, അല്ലെങ്കിൽ ഇത് തേച്ചാൽ നിങ്ങൾ വെളുക്കും എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ കാണാറുണ്ട്. അതിന്റെ എല്ലാം താഴെ വന്നിട്ട് ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനെ പരിഹാസം കേട്ടിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് മറ്റുള്ളവരിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് കിട്ടാനാ? നമുക്കൊക്കെ നമ്മുടെ കാര്യം നോക്കി നടന്നാൽ പോരെ. മാക്സിമം നിങ്ങൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു വാശി വേണം. നമ്മുടെ ലൈഫിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുന്നു, അത് തന്നെ നമ്മൾ ചെയ്ത് കാണിക്കണം. അതാണ് നമ്മളുടെ ഒരു പ്രതികാരം. അല്ലാതെ അവരെ പോയി അയ്യോ ഞാൻ അങ്ങനെയില്ല ഇങ്ങനെയല്ലെന്ന് പറയുന്നത് നല്ലത്. അവരുടെ അടുത്ത് പോയി ആ പ്രതികാരം നമ്മളുടെ, അപ്പൊ നമുക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്ക് മേക്കപ്പ് ഉപയോഗിക്കാം, ഫിൽറ്റർ ഉപയോഗിക്കുന്നവർക്ക് ഫിൽറ്റർ ഉപയോഗിക്കാം. ഇതൊക്കെ ആകെ ഒരു ജീവിതമുള്ളൂ. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കേണ്ടാത്തവർക്ക് ഇത് ഉപയോഗിക്കണ്ട. ഉപയോഗിക്കുന്നവരെ പോയി കുറ്റം പറയാനും നിൽക്കണ്ട. അവർക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് അവർ ഉപയോഗിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ അവരിടട്ടെ, എന്ത് വേണോ ചെയ്തോട്ടെ. ഒരു ജീവിതമുള്ളൂ. എന്തിനാണ് മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിൽറ്റർ ഇട്ടിരിക്കുകയല്ലേ, മേക്കപ്പ് ഉപയോഗിച്ചിരിക്കുകയല്ലേ. നമ്മുടെ സ്കിൻ നന്നായിട്ടിരുന്നാൽ നമുക്ക് കൊള്ളാം, മറ്റൊരാൾക്ക് കൊള്ളാവും, അങ്ങനെയൊന്നും ഇല്ല. ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്കിൻ നന്നായിട്ടിരുന്നാൽ നമുക്ക് കൊള്ളാം. സ്വന്തമായി സെൽഫ് കെയർ ചെയ്യുക. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തായിരുന്നു, മഞ്ഞളുടെ ഇല, ആ മഞ്ഞളുടെ അപ്പൊ കാക്ക കുളിച്ച ഈ കൊക്കാകുമോ എന്ന് പറഞ്ഞ ഡയലോഗ്, അതൊക്കെ നമ്മൾ കേൾക്കും. പല കാര്യങ്ങളും നമ്മൾ പോകുന്ന ജേർണിയിൽ കേൾക്കും. നിങ്ങളപ്പോ ഒരു 6 months ഈ മഞ്ഞളുടെ ട്രീറ്റ്മെന്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. ഞാനൊക്കെ ഒരു 1 year-ഓളം ഉപയോഗിച്ചു ഇത്. 1 year-ഓളം നിർത്താതെ രാത്രിയാകുമ്പോൾ ഇത് കണ്ടിന്യൂസ് ഇടുന്നു, പിന്നെ രാവിലെ ആവുന്നു ഇത് കഴുകുന്നു. പിന്നെ മുഖത്തുനിന്ന് ഇത് അത്ര അങ്ങ് പോവാത്തോണ്ടാണ് ഞാൻ കുറച്ച് ഓയിലിൽ ട്രൈ ചെയ്തത്. ഒരു തുള്ളി ഓയിൽ, അതിൽ കൂടുതൽ നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ മിക്സ് ചെയ്തിടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ അത് മുഖത്തുനിന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകും. ഇതങ്ങനെയല്ല, ഇത് കുറച്ച് ആദ്യമൊക്കെ മുഖത്ത് കളർ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ബോഡി ഫുൾ ആയിട്ട് നമുക്ക് അങ്ങനെ മഞ്ഞൾ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ബെഡ്ഷീറ്റിലൊക്കെ ആകും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലും ഈ നെക്കിന്റെ ഭാഗത്തും അവിടെയൊക്കെ മാത്രം യൂസ് ചെയ്താൽ മതി. സോ ഗൈസ്, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു കാര്യം മാത്രം ആയിരുന്നു. എനിക്കപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. 2-3 പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇതൊക്കെ പറയും. പിന്നെ മാക്സിമം നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ABC ജ്യൂസ് എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് ഉണ്ട്, അത് ഞാൻ ചെയ്യാറുണ്ട്. ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഈ 3 സാധനം കൂടെ ജ്യൂസ് അടിക്കുക. ഒരു ചെറിയ പീസ് മതി, ഒരുപാട് വേണ്ട, ഒരു ജസ്റ്റ് ഒരു 1 glass. അത് രാവിലെ അടിക്കുമ്പോൾ അത് ഒന്ന് കുടിച്ചാൽ നമുക്ക് അടിപൊളിയാണ്. അത്രയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ വലിയൊരു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് കേട്ട് ഇരിക്കുന്നവർക്കും നിങ്ങൾക്കും ഈ 2 കാര്യം ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. എന്തായാലും റിസൾട്ട് ഉണ്ടാവും, കൺഫേം ആണ്. എന്തായാലും എനിക്ക് ഇത് എഫക്റ്റീവായിട്ട് തോന്നി, നിങ്ങൾക്കും ഇത് എഫക്റ്റീവായിട്ട് തോന്നും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ മാത്രമല്ല, മാക്സിമം എക്സസൈസ് ചെയ്യുക, കുറേയൊക്കെ വെള്ളം കുടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടുതലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. സോ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ അല്ലേ. എനിക്കങ്ങനെ വീഡിയോ എടുത്തൊന്നും വലിയ പരിചയമൊന്നുമില്ല. ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അറിയാത്ത കാര്യങ്ങൾ പറയുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇത്രയും ചെയ്യുക. ഓരോ ടൈപ്പ് വീഡിയോ, എനിക്ക് എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നിയ വീഡിയോ ഒക്കെ ഞാൻ ഇടും. ചിലപ്പോൾ എൻ്റെ ഡെയിലി വ്ളോഗ് ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ എൻ്റെ UK-യിലെ വീഡിയോ ആയിരിക്കാം. അങ്ങനെ പല വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. സോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.